ചില നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയോട് പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നൊക്കെ പറയുകയാണ്. അപ്പൊ പീലിപ്പോസ് പറയുന്നുണ്ട്, കർത്താവെ, ഈശോയുടെ ഈ പ്രസംഗം കേട്ടിട്ട് പീലിപ്പോസ് പറയുകയാണ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി അല്ലെ, ബാക്കി ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ആകപ്പാട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ്. അപ്പൊ ഈശോ ഇത്തിരി പരിഭവത്തോട് കൂടിയിട്ട് പീലിപ്പോസിനോട് ചോദിക്കുകയാണ്, പീലിപ്പോസ്, ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ല, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, അതായത് ഞാനും ദൈവവും ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും അല്ലെ, ഞാനും ദൈവവും ഒന്നായിട്ട് തീരുന്ന ആ ഒരു അവസ്ഥ അല്ലെ. പൗലോസ് ഇപ്രകാരം തന്റെ വചനത്തിൽ പറയുന്നുണ്ട്, അതായത് ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളും ദൈവത്തോട് ചേർന്ന് ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു സമയം, അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. അതുപോലെ തന്നെ ഞാൻ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് നമുക്കും പറയാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്